കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, അതായത് CSCT എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേര് ബ്രിജീത്ത, ട്രിപ്ലൈയിലെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഈ വർഷത്തെ 2026 CSCT എക്സാം ഒക്ടോബർ മാസത്തിലായിരിക്കും നടക്കുന്നത്. ICICI ബോർഡിന്റെ അനൗൺസ്മെന്റ് ആണിത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 12th പാസ് ഔട്ട് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ 12th എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് രജിസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1st March 2026 നമ്മുടെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഇത് 30th ജൂൺ വരെ, അതായത് ജൂൺ 30 വരെ ആയിരിക്കും ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്കൊക്കെയുള്ള സമയം ഉണ്ടാവുക. ആൻഡ് അതുപോലെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എൻറോൾമെന്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് വരെയുള്ള ടൈമിലായിരിക്കും എക്സാം എൻറോൾമെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അതുപോലെ ഒക്ടോബർ 1st വീക്കിലായിരിക്കും CSCT എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആൻഡ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വരുന്നത് 7,500 rupees ആണ്. ആൻഡ് എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് 1,500 രൂപയാണ്. അപ്പോൾ ഈ ഡേറ്റുകൾ നമ്മൾ മാറിപ്പോവാതെ നോക്കുക. രജിസ്ട്രേഷന്റെ ടൈമാണ് നമുക്ക് 1st March തൊട്ട് 30th ജൂൺ വരെ, അതായത് ഇപ്പം ഓപ്പൺ ആയിട്ടിരിക്കുന്നത് രജിസ്ട്രേഷന്റെ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ കാര്യങ്ങൾ, എക്സാം എൻറോൾമെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് വരെയുള്ള സമയത്തായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് CSCTയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ 4 പേപ്പേഴ്സ് ആണ് ഇതിൽ നമുക്ക് വരിക. ഏതൊക്കെയാണ്? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ട്, ബിസിനസ് ലോസ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ ബിസിനസ് ലോസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് OMR ബേസ്ഡ് ആയിരിക്കും, ബാക്കി 3 സബ്ജക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇത്തവണ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത്തവണത്തെ മോഡ് ഓഫ് എക്സാമിനേഷൻ സെന്റർ ബേസ്ഡ് ആയിരിക്കും, അതായത് പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. നേരത്തെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആയിരുന്നു, ഇത്തവണ അതിനകത്ത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം CSCTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് ഒന്നും മാറിപ്പോവാതെ ശ്രമിക്കുക. ആൻഡ് ഇതുപോലത്തെ CSCT റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.